ഹായ്, കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ തുടങ്ങിയ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഷുവർ ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താം, അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം, SD എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്, സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന ഈ നൊട്ടേഷൻ കൊണ്ടാണ്. എന്താണ്? സിഗ്മ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ എന്താണ് വേരിയൻസ് എന്ന് അറിയണ്ടേ? ഈ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഫോർമുലയാണുള്ളത്. ഒന്ന് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. വേരിയൻസ് എന്താണ്? വേരിയൻസിന് നൊട്ടേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പോൾ വേരിയൻസിന് നൊട്ടേഷൻ എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ഫോർമുല നമ്പർ 1. ഇതെന്തിനാണ്? ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം തന്നാൽ വേരിയൻസ് കാണുന്ന ഫോർമുല പഠിച്ചോളൂ ഇപ്പൊ തന്നെ. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എന്താണ് വേരിയൻസ് കാണുന്ന ഫോർമുല? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. വേരിയൻസിന്റെ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് നമുക്ക് പഠിക്കാനുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സലിലെ അടുത്ത സംഗതി. ഓക്കെ, സോ പഠിച്ചു കഴിഞ്ഞു വേരിയൻസ് കാണുന്ന ഫോർമുല ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും എന്താണ് എക്സ് ബാർ? അത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, 10ാം ക്ലാസ്സിലും പറഞ്ഞു. എന്താണ്? വേർ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, അല്ലേ? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. നെക്സ്റ്റ് ഇതെന്തായിരുന്നു? ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് ആണെങ്കിൽ എങ്ങനെ വേരിയൻസ് കാണാം? ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ വെരി സിമ്പിൾ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഗൈൻ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു, അതായത് വേരിയൻസ് ഈക്വൽ ടു ഫോർമുല സിഗ്മ. ഇവിടെ എന്താണ്? ജസ്റ്റ് എക്സ് സ്ക്വയർ ബൈ എൻ. ഇവിടെ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അല്ലെ? ഗ്രൂപ്പ് ആകുമ്പോൾ ഫ്രീക്വൻസി ഇവിടെ വരും. സോ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി സിഗ്മ എഫ്. ഓക്കെ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് അഗൈൻ എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. മോസ്റ്റ് സിമ്പിൾ ഫോർമുല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് വേരിയൻസ് കാണാനുള്ളത്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? വേരിയൻസ് ഈക്വൽ ടു ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ കിട്ടി മാർക്ക് 6 മാർക്ക് ഇതിൽ തന്നെ കിട്ടും, യാതൊരു സംശയമില്ല. ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അതിന് സമാനമായിട്ടുള്ളത് തന്നെയാണ് ഇവിടെയും. ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ വേരിയൻസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. വേർ എക്സ് ബാർ ഈക്വൽ ടു ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ എൻ എന്നുള്ളത് എഴുതണോ? എന്നാലും എഴുതാം. സിഗ്മ എഫ് എന്താണ്? സം ഓഫ് ഫ്രീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. പഠിച്ചില്ലേ ഫോർമുല? പഠിച്ചോളൂ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സംഗതി കൂടെ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ദ മെഷർ ഓഫ് വേരിയബിലിറ്റി വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ്സ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ? മെഷർ ഓഫ് വേരിയബിലിറ്റി. വേരിയബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് CV and is defined as coefficient of variation equal to sigma by x bar into 100, where sigma is the standard deviation and x bar is the mean. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇപ്പോൾ തന്നെ പഠിക്കുക. സോ CV ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? രണ്ട് സീരീസ് തന്നിട്ട് അതിൽ ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആർക്കാണോ CV കുറവ് അയാളായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ്. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവായിട്ടുള്ള ആളാണ് കൂടുതൽ കൺസിസ്റ്റന്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് രണ്ട് ബാറ്റ്സ്മാൻമാരെ എടുക്കാം, അല്ലെ? A എന്ന് പറയുന്ന ബാറ്റ്സ്മാനും B എന്ന് പറയുന്ന ബാറ്റ്സ്മാനും. ഈ A എന്ന ബാറ്റ്സ്മാന്റെ എന്താണ് അവസാനത്തെ 5 സ്കോറിനെ ബേസ് ചെയ്ത് ഞാൻ എന്ത് കാണുന്നു? CV കാണുന്നു. ദാറ്റ് ഈസ് എന്തിരിക്കട്ടെ? CV1. B എന്ന ബാറ്റ്സ്മാന്റെ അവസാനത്തെ 5 സ്കോർ കണക്കാക്കി ഞാൻ അയാളുടെ CV യും കാണുന്നു. ദാറ്റ് ഈസ് എന്താണ്? CV2.
ആർക്കാണോ സി വി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവ് അയാളായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ്. അങ്ങനെയാണ് നമ്മൾ ക്രിക്കറ്റിൽ കൂടുതൽ കൺസിസ്റ്റന്റ് ആയ ബാറ്റ്സ്മാൻ ആരെന്നൊക്കെ കണ്ടെത്തുന്നത്. ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ്? സി വി ആർക്കാണോ കുറവ് അയാളായിരിക്കും മോർ കൺസിസ്റ്റന്റ്. അപ്പോൾ നേരെ തിരിച്ച് സി വി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അയാൾ മോർ വേരിയബിൾ ആയിരിക്കും. അയാൾ എന്താണ്? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. കൺഫ്യൂഷൻ ആകണ്ട. സി വി കുറവാണെങ്കിൽ മോർ കൺസിസ്റ്റന്റ്, സി വി കൂടുതലാണെങ്കിൽ മോർ വേരിയബിൾ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ for the datas 6, 7, 10, 12, 13, 4, 8, 12. കുറേയധികം ഒബ്സർവേഷൻസ് മാത്രം തന്നിട്ടുണ്ട്. ഇവയുടെ എന്ത് കാണണം? മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഫൈനലി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അതായത് ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുകയാണ്. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് മീൻ. മീൻ കാണണമെങ്കിൽ എന്താകണം? ആദ്യം നമ്പർ ഓഫ് ഒബ്സർവേഷൻ n എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സം ഓഫ് ഒബ്സർവേഷൻ സിഗ്മ എക്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതാ നോക്കിക്കോ, 12, 8, 20, 24, 27, 37, 39, 49, 59, 65, 72 ഇങ്ങനെ കൂട്ടാൻ പഠിക്കണം. പറ്റിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം. സോ സം ഓഫ് ഒബ്സർവേഷൻ കിട്ടി. നൗ മീൻ ഈക്വൽ ടു എക്സ് ബാർ. ഫോർമുല നിർബന്ധമായിട്ട് എഴുതണം. സിഗ്മ എക്സ് ബൈ സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എൻ 8 അല്ലേ? എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഏത് കൊച്ചു കുഞ്ഞിനും ചെയ്യാൻ സാധിക്കണം. നമുക്ക് എന്ത് കിട്ടി? മീൻ കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വേരിയൻസ്. എന്താണ് വേരിയൻസ് കാണുന്ന ഫോർമുല? മനസ്സിൽ വരണം. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കാണണം? സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻസിന്റെ സ്ക്വയറിന്റെ സം. ഇതാണ് ഒബ്സർവേഷൻ. ഓരോന്നിനെ സ്ക്വയർ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. 6ന്റെ സ്ക്വയർ 36 പ്ലസ് 7ന്റെ സ്ക്വയർ 49 പ്ലസ് 10ന്റെ സ്ക്വയർ 100 പ്ലസ് നെക്സ്റ്റ് 12ന്റെ സ്ക്വയർ 144 പ്ലസ് 13ന്റെ സ്ക്വയർ 169 പ്ലസ് നെക്സ്റ്റ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 12ന്റെ സ്ക്വയർ 144. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ജസ്റ്റ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 722 എന്ന് കിട്ടും. ചെയ്തു നോക്കുക. നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വേരിയൻസ്. നിർബന്ധമായിട്ടും ഫോർമുല എഴുതണം. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഒരുപാട് ഫോർമുലകളുണ്ട്, അതിലൊരു ഫോർമുലയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ. ഇപ്പോൾ കിട്ടി. എന്താണ്? 722 ബൈ എൻ. എൻ എന്താണ്? 8 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ എന്തായിരുന്നു? 9. അതിന്റെ സ്ക്വയർ എന്ത് കിട്ടും? 81 വിച്ച് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, സോ വേരിയൻസ് ഈക്വൽ ടു ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 722 ബൈ 8 മൈനസ് 81 ഒറ്റ സ്റ്റെപ്പിൽ കാൽക്കുലേറ്ററിൽ കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് കോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 74 ബൈ 8. കാൽക്കുലേറ്ററിൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 9.25. സോ വേരിയൻസ് ഈക്വൽ ടു എന്ത് കിട്ടി? 9.25. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന്റെ നൊട്ടേഷൻ എന്താണ്? സ്മോൾ ലെറ്റർ സിഗ്മ. പറയാൻ കാരണം സിഗ്മ രണ്ടെണ്ണം ഉണ്ട്. എന്താണ്? ക്യാപിറ്റൽ സിഗ്മ. ഇത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സമ്മേഷൻ. അതാണ് ഈ സംഗതി. ഓക്കെ, ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ സിഗ്മ. ദാറ്റ് ഡിനോട്ട്സ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാറിപ്പോകരുത്. സോ സ്മോൾ ലെറ്റർ സിഗ്മ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഇപ്പൊ കിട്ടി 9.25. റൂട്ട് 9.25. അഗൈൻ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3.04. എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സി വി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 3.04 ബൈ എക്സ് ബാർ. അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് 9 ഇൻറ്റു 100. അഗൈൻ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? 33.78. വളരെ സിമ്പിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടന്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് coefficient of variation for the datas x 3, 8, 13, 18, 23, f 7, 10, 15, 10, 6.
ഈ തന്നിട്ടുള്ളത് എന്താണ്? ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഒബ്സർവേഷനും ആ ഒബ്സർവേഷൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സോ ഇതെന്താണ്? ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് തന്നാൽ മീൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ ആദ്യം എന്ത് കാണണം? ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസീസ്. ഫ്രീക്വൻസീസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എൻ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റാസിനെ ഞാനൊരു ടാബുലർ കോളത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് കോളത്തിൽ എക്സ്, സെക്കൻഡ് കോളത്തിൽ എഫ്. ഈ എഫ് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? 17, 22, 32, 42, 48 എന്ന് കിട്ടി. That is capital N equal to എന്താണ്? സം ഓഫ് ഫ്രീക്വൻസീസ് 48 എന്ന് കിട്ടി. ഇനി മീൻ കാണാൻ എനിക്ക് എന്ത് വേണം? സിഗ്മ എഫ് എക്സ്. എഫ് എക്സിന്റെ എന്താണ്? എല്ലാ ടേമിന്റെ കൂടെ സം ആണ് കാണേണ്ടത്. അപ്പൊ എഫ് ഇൻറ്റു എക്സ്, വെരി സിമ്പിൾ. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടി? 21. 8ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 80. 13ഉം 15ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 13 × 10 130, അടുത്ത 65 195 എന്ന് കിട്ടും. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ, അത്രമാത്രം. 18 × 10 എന്ത് കിട്ടും? 180. നെക്സ്റ്റ് 23 × 6 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 138 എന്ന് കിട്ടും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ. നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെ. 6, 8 എന്ത് കിട്ടും? 4 അല്ലെ. ഓക്കെ, 3, 11, 20, 28, 31, 3 614 എന്ന് കിട്ടും. 614 എന്ന് കിട്ടും. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എഫ് എക്സിന്റെ സം നേരെ എക്സ് ബാർ കാണാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. സിഗ്മ എഫ് എക്സ് എന്ത് കിട്ടി? 614 ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എത്രയാണ്? 48. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ബാർ മീൻ കിട്ടും. അത് നിങ്ങൾക്ക് വേണ്ടി വിടുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വേരിയൻസ്. വേരിയൻസ് കാണുന്ന ഫോർമുല എന്താണ്? സിഗ്മ എഫ് എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് എന്തറിയാം? എക്സ് ബാർ അറിയാം, ക്യാപിറ്റൽ എൻ അറിയാം. ഇനി എന്ത് കാണണം? എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ടേംസിന്റെ സം. ഇവിടെ എഫ് എക്സ് ഉണ്ട് അല്ലേ? എഫ് എക്സ് സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെരി സിമ്പിൾ. എഫ് എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് എക്സ് സ്ക്വയർ. അല്ലാതെ എക്സ് സ്ക്വയർ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റയടിക്ക് ചെയ്യാം. എന്താണ്? എഫ് എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 21 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 63. 80 × 8 എന്ത് കിട്ടും? 640. ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്തെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ. സിമിലർലി 13 × 195 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 18 × 180 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 23 × 138 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 9652 എന്ന് കിട്ടി. അപ്പോൾ എഫ് എക്സ് സ്ക്വയറിന്റെ സം കിട്ടി. ഇനി നേരെ ഇവിടെ വരിക. വേരിയൻസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഈ മേളത്തിന്റെ വാല്യൂ എന്താണ്? എഫ് എക്സ് സ്ക്വയറിന്റെ സം ഇതായിരിക്കുന്നു 9652 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ദാറ്റ് ഈസ് 48 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 ഡെസിമൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. 12.79 എന്ന് റൗണ്ട് ചെയ്ത് എഴുതി. അതിന്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഒന്ന് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വേരിയൻസ് ഈക്വൽ ടു 37.52 എന്ന് കിട്ടും. വേരിയൻസ് കിട്ടി. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 37.52. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6.12 റൗണ്ട് ചെയ്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് CV, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കാണുന്ന ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ഈക്വൽ ടു സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പൊ കിട്ടി. എന്താണ്? 6.12 ബൈ എക്സ് ബാർ. എന്തായിരുന്നു എക്സ് ബാർ? 12.79 ഇൻറ്റു 100. അത് കാൽക്കുലേറ്ററിൽ കൊടുക്കാൻ നിങ്ങൾക്കറിയാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഫോർമുലാസ് ഒന്ന് പഠിക്കുക, ഭംഗിയായി പഠിക്കുക, ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറ്. അത് ഒറ്റയടിക്ക് കിട്ടും 6 മാർക്ക്. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് coefficient of variation for the datas. ആദ്യം ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. Then frequency 5, 8, 15, 16 and finally 6. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാം? അതായത് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നെയാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നാൽ എങ്ങനെ കാണും? നേരത്തെ പഠിപ്പിച്ചു ഫോർമുല, നിങ്ങൾക്കറിയാം, കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞു എക്സ് ബാർ കാണുന്ന ഫോർമുല എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ.
ക്യാപിറ്റൽ N കാണണം. അതിനുവേണ്ടി ആദ്യം തന്നിട്ടുള്ള ഡേറ്റാസിനെ ടാബുലർ കോളത്തിൽ എഴുതുക. ആദ്യം ക്ലാസ് എഴുതി, ദെൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുക. 5, 8, 13, 18, 28, 38, 44, 50 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50. അതായത് ക്യാപിറ്റൽ N എനിക്ക് എന്ത് കിട്ടി? 50. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസ്. അതായത് ഈ ക്ലാസ് ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. കഴിഞ്ഞു. ആഡ് ചെയ്യുമ്പോൾ 10, 10/2 5. നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവ തമ്മിൽ ആഡ് ചെയ്താൽ 30, 30/2 15. ഇവിടെ ക്ലാസ് വിഡ്ത്ത് 10 ആണ്. സോ 10 ആഡ് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് എന്ത് കിട്ടും? 25. നെക്സ്റ്റ് 35. നെക്സ്റ്റ് എന്തായിരിക്കും? 45. 50, 40, 90. 90യുടെ പകുതി 45. കഴിഞ്ഞില്ലേ? എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? കഴിഞ്ഞ പ്രോബ്ലമായി മാറി. ഫ്രീക്വൻസി അറിയാം, ഒബ്സർവേഷൻ അറിയാം, എക്സ് അറിയാം. ഇനി മീൻ, വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്കറിയാം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേരെ. 5 × 5 എന്ത് കിട്ടും? 25. എഫ് ആണ് കാണേണ്ടത്. സിമിലർലി ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? എഫ് എക്സ്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ എഫ് എക്സ്. അതിനുശേഷം നമ്മൾ എന്ത് കാണണം? എഫ് എക്സ് സ്ക്വയർ. അത് കാണാൻ വളരെ സിമ്പിൾ ആണ്. ഈ ടേബിളും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി. എങ്ങനെയാണ് എഫ് എക്സ് സ്ക്വയർ കിട്ടുന്നത്? പറഞ്ഞോളൂ. 5 × 25. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടത്തില്ലേ? കഴിഞ്ഞു. 5 × 25 എന്ത് കിട്ടും? 125 എന്ന് കിട്ടും. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ടേബിൾസ് ഫില്ല് ചെയ്യാം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം. എഫ് എക്സ് കാണാൻ എഫും എക്സും അല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 5 25, 8 × 15 മൾട്ടിപ്ലൈ ചെയ്തു. 15 × 25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 16 × 35 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 6 × 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. എല്ലാം കൂടെ ആഡ് ചെയ്യുക. 1350 എന്ന് കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് എക്സ് സ്ക്വയർ. അത് കാണുന്നത് എങ്ങനെയാണ്? എഫ് എക്സും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് എക്സും എക്സും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ 5 × 25 125. സിമിലർലി ഇത് ഇൻറ്റു ഇത് കിട്ടി. നെക്സ്റ്റ് ലാസ്റ്റ് 2 കോളം മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടി. ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടി. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാമായി. ഇനി നേരെ എക്സ് ബാർ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ N. എന്താണ് സിഗ്മ എഫ് എക്സ്? എഫ് എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടിയത് 1350 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഓൾറെഡി പറഞ്ഞു 50. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാരിയൻസ്. വാരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. മേളിൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്താണ്? എഫ് എക്സ് സ്ക്വയർ എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടിയത് ദാറ്റ് ഈസ് 43050 അല്ലെ 43,050 എഴുതി. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ദാറ്റ് ഈസ് 50 അല്ലെ. മേളിൽ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N 50 മൈനസ് എക്സ് ബാർ മീനിന്റെ സ്ക്വയർ. മീൻ എത്രയാണ്? 27ന്റെ സ്ക്വയർ. ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ഇത് ഡിവൈഡഡ് ബൈ ഇത് മൈനസ് ഇതിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 132 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വേരിയൻസ് കിട്ടി ദാറ്റ് ഈസ് 132. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് ദാറ്റ് ഈസ് റൂട്ട് 132. അഗൈൻ കാൽക്കുലേറ്ററിൽ കൊടുക്കുക. റൂട്ട് 132 എന്ത് കിട്ടി? 11.49. സോ എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് CV കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കാണുന്ന ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. നിങ്ങൾക്കറിയാം സിഗ്മ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് 11.49 ഡിവൈഡഡ് ബൈ എക്സ് ബാർ. എക്സ് ബാർ എത്രയാണ് കിട്ടിയത്? 27 ഇൻറ്റു 100. അഗൈൻ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും 42.56. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് ലെങ്തിയാണ്. കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വൺ മോർ ക്വസ്റ്റ്യൻ. Coefficient of variations of two distributions are 60 and 70 and their standard deviations are 21 and 16. Find their arithmetic means. എന്താണ്? 2 ഡിസ്ട്രിബ്യൂഷൻസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്. അതെന്താന്നിരിക്കട്ടെ? CV1 എന്നും CV2. CV1 എന്താണ്? 60. CV2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 70 അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്. ഈ 2 ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യത്തെ എന്തെന്നിരിക്കട്ടെ? സിഗ്മ1 ദാറ്റ് ഈസ് 21. രണ്ടാമത്തെ എന്തെന്നിരിക്കട്ടെ? സിഗ്മ2 ദാറ്റ് ഈസ് 16 എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് അരിത്തമെറ്റിക് മീൻസ് ഓഫ് 2 ഡിസ്ട്രിബ്യൂഷൻസ്. ഒന്നാമത്തെ അരിത്തമെറ്റിക് മീൻ എന്താന്നിരിക്കട്ടെ? x1 ബാർ. രണ്ടാമത്തേൻ്റെത് x2 ബാർ. വി ഹാവ് ടു ഫൈൻഡ് x1 ബാർ ആൻഡ് x2 ബാർ. വളരെ സിമ്പിൾ ആണ്. ഗിവൺ എന്താണ് തന്നിട്ടുള്ളത്? CV1 ഈക്വൽ ടു 60. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100.
ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട് 60. ഒന്നാമത്തെ ആയതുകൊണ്ട് ഞാൻ സിഗ്മ എന്ത് കൊടുക്കുന്നു, സിഗ്മ 1. എക്സ് ബാർ എന്തെന്ന് കൊടുക്കുന്നു, x1 ബാർ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ 60. അത് കാണുന്ന ഫോർമുല സിഗ്മ 1/x1 ബാർ ഇൻറ്റു 100 കഴിഞ്ഞു. വി ഹാവ് ടു ഫൈൻഡ് x1 ബാർ. ഫോർ ദാറ്റ് ഈ x1 ബാർ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം സിഗ്മ 1 വാല്യൂ എടുക്കുക. സിഗ്മ 1 എന്താണ് 21 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇത് നേരെ താഴെ വന്നു 60 ഈക്വൽ ടു എന്താണ് x1 ബാർ. ഞാൻ എന്താ ചെയ്തത്, ഈ x1 ബാർ അങ്ങോട്ട് എടുത്തു, 60 താഴോട്ട് എടുത്തു, ഒപ്പം സിഗ്മ 1ന്റെ വാല്യൂ കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും, 210/6. കാൽക്കുലേറ്റർ കൊടുത്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും, x1 ബാർ ഈക്വൽ ടു 35 എന്ന് കിട്ടും. സിമിലർലി അപ്പോൾ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കിട്ടി. സിമിലർലി CV2 ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, 70. എന്താണ് CV2 കാണുന്ന ഫോർമുല, സിഗ്മ 2/x2 ബാർ. രണ്ടാമത്തെ അരിത്തമെറ്റിക് മീൻ ഞാൻ x2 ബാർ എന്നാണ് എടുക്കുന്നത്, ഇൻറ്റു 100 ഈക്വൽ ടു 70 എന്നാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് നേരത്തെ പോലെ ചെയ്യുക. സിഗ്മ 2ന്റെ വാല്യൂ 16 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്താണ് ഈ 70 ഈക്വൽ ടു x2 ബാർ. ദെയർഫോർ x2 ബാർ ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് മേളിൽ 160 ബൈ എന്താണ് 7. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടില്ല ഇതുവരെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. The coefficient of variation of series A is 6.21. Coefficient of variation of series B is 5. Which series is more consistent? അല്ലെ, ഈ സീരീസ് എയും ബിയും എന്നുള്ളത് 2 ക്ലാസ് ആകാം, 2 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരാകാം, എന്ത് സിറ്റുവേഷനാണ് ആകാം, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഏത് സീരീസ് ആണ് കൂടുതൽ കൺസിസ്റ്റന്റ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആർക്കാണോ കുറവ് അയാളാണ് മോർ കൺസിസ്റ്റന്റ്. സോ ഹിയർ ദ സീരീസ് ബി ഈസ് മോർ കൺസിസ്റ്റന്റ്. അല്ലെ, സ്ഥിരത കൂടുതലുള്ളത് ആർക്കാണ്? സീരീസ് ബിക്കാണ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആർക്കാണോ കുറവ് അയാളായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ്. ആരാണ് കൂടുതൽ വേരിയബിൾ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടുതൽ ആരാണോ അയാളാണ് കൂടുതൽ വേരി ചെയ്യുന്നത്. അപ്പോൾ മോർ വേരിയബിൾ എ ആണോ ബി ആണോ മോർ വേരിയബിൾ? ഹിയർ എ ഈസ് മോർ വേരിയബിൾ. അറ്റ് ദ സെയിം ടൈം ബി ഈസ് മോർ കൺസിസ്റ്റന്റ്. കൺഫ്യൂഷൻ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത എന്താണ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ, ക്ലാസ് ഇന്റർവലും ഫ്രീക്വൻസിയും തന്നാൽ, മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കും. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് പഠിച്ചിട്ട് പോവുക. കാൽക്കുലേറ്റർ ഭംഗിയായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. യാതൊരു തർക്കവുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.